കൊച്ചിയിലെ ഏറ്റവും വലിയ പ്രശ്നം അത് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന പരാതികളാണ്. പല സ്ഥലങ്ങളിൽ നിന്നായി അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, പരാതികൾ ഉയർന്നു വന്നത് പ്രേക്ഷകർക്കറിയാം. അത് റിപ്പോർട്ടായി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ഇതിനു മുമ്പും വെച്ചിട്ടുള്ളതാണ്. ഇനി പറയാൻ പോകുന്നത് ആവശ്യത്തിന് കുടിവെള്ളമില്ലാത്തത് മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചില ആളുകളെക്കുറിച്ചാണ്. പള്ളുരുത്തിയിൽ ഒരു ഡിവിഷനിലെ 100-ലധികം കുടുംബങ്ങൾ കുടിവെള്ളമെടുക്കാൻ ഹൗസ് കണക്ഷൻ ഉപയോഗിച്ചതിന് വാട്ടർ അതോറിറ്റി ഒരു പിഴത്തുക ഇട്ടു. പിഴത്തുക വരാനുള്ള കാരണവും അവരുടെ ബുദ്ധിമുട്ടുകളുമാണ് പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടി ഇനി പരിശോധിക്കാൻ പോകുന്നത്. പശ്ചിമ കൊച്ചിയിൽ എവിടെ തിരിഞ്ഞാലും വെള്ളമാണ്, പക്ഷേ കുടിക്കാൻ മാത്രം ഒരു തുള്ളി വെള്ളം കാണില്ല. ഈ കുടിക്കാനുള്ള ഒരു തുള്ളി വെള്ളത്തിനായി കുറച്ചാളുകൾ ശ്രമിച്ചു. ആ പാവപ്പെട്ടവർക്ക് ഒരു കുടിശ്ശിക തുകയും വന്നത് 1-2 രൂപയല്ല, 5000 രൂപ. ഏകദേശം 10 വർഷങ്ങൾക്ക് മുൻപ് വെള്ളത്തിനായി ഇവർ പൊരുതിയിറങ്ങി. ഒരു നടപടിയും വരാതിരുന്നതോടെ പിന്നീട് വീട്ടിൽ ഹൗസ് കണക്ഷൻ എടുത്ത് മാസം പൈസ അടച്ച് മോട്ടോർ അടിച്ച് വെള്ളമെടുത്തു. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞു. വീടുകളിൽ പൈപ്പുകളിൽ വെള്ളം കിട്ടുന്ന പദ്ധതി നടപ്പിലാക്കി. പൈപ്പ് കണക്ഷൻ ഇട്ടു. ബുദ്ധിമുട്ടുകളില്ലാതെ വീട്ടിൽ വെള്ളം എത്തുമെന്ന പ്രതീക്ഷ നൽകി. എന്നാൽ വെള്ളം കിട്ടുന്നത് വല്ലപ്പോഴും മാത്രം. 10 വർഷമായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ മര്യാദക്ക് വെള്ളം കിട്ടിയിട്ടില്ല. നേരെ പൈപ്പിൽ വെള്ളം വന്നിട്ടില്ല. വാട്ടർ അതോറിറ്റിയിൽ കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ അവർ പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മോട്ടോർ വെച്ച് അടിച്ചെടുത്തോ എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഈ 6 മാസം മുമ്പ് ഞങ്ങൾക്ക് 5 ലക്ഷം രൂപ മുടക്കി പൈപ്പ് ഇട്ടിട്ട് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇവിടെയുള്ള എല്ലാ വീടുകൾക്കും 5000 രൂപ വെച്ച് ഫൈൻ ഈടാക്കി ഇവർ. ഈ ഫൈൻ നമ്മൾ അടച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതുവരെ 3 ആഴ്ചയായിട്ട് ഞങ്ങൾക്ക് ഇവിടെ വെള്ളം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് എന്തെങ്കിലും ഒന്ന് ഞങ്ങൾക്കിത് ചെയ്തു തരണം. ആരെങ്കിലും ഇടപെട്ടത് ഈ സംഭവം ഞങ്ങൾക്കിത് ഒഴിവാക്കി തരണം. ഈ ഫൈൻ എന്തായാലും ഒഴിവാക്കി തരണം. ഞങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് ഞങ്ങൾ ആരും തിരിഞ്ഞു നോക്കാറില്ല. ഒരു MP യോ ഒരു MLA യോ ഒരു മേയറോ കൗൺസിലറോ ഒരാളും തിരിഞ്ഞു നോക്കാറില്ല. ഒരു നിവൃത്തിയുമില്ലാതെ വീണ്ടും മോട്ടോർ അടിച്ച് വെള്ളമെടുത്തു. എന്നാൽ പൈപ്പിട്ടതിനു ശേഷം ഹൗസ് കണക്ഷൻ വഴി മോട്ടോർ അടിച്ച് വെള്ളമെടുക്കുന്നത് കുറ്റകരമാണെന്ന് ഇവർ അറിഞ്ഞില്ല. ഒടുവിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ വാട്ടർ അതോറിറ്റി ഒരു ബില്ലയച്ചു. പിഴത്തുകയായി വന്നത് 1-2 രൂപയല്ല, 5000 രൂപ. അടച്ചില്ലെങ്കിൽ കണക്ഷൻ വിച്ഛേദിക്കും. പിഴത്തുകയിടാനുള്ള കാരണമായി അധികൃതർ പറഞ്ഞത് പൈപ്പിൽ വെള്ളം വന്നതിനു ശേഷം മോട്ടോർ അടിച്ചു എന്ന്. നിങ്ങൾ സംഭവിച്ച ഇതിനനുസരിച്ച് ഒരു ചെറിയൊരു ഫൈൻ വരും, 150 രൂപ. ആ 150 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ഉരുത്തരാം എന്നുള്ളതാണ് സംഭവം. അപ്പോൾ നമ്മളത് തെറ്റ് സംഭവിച്ച് നമ്മൾ കൗൺസിലർ പറഞ്ഞാൽ വിശ്വസിക്കണമല്ലോ. സ്വാഭാവികമായിട്ട് നമ്മൾ ആ ജനപ്രതിനിധിയാണ്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് അവർ പറഞ്ഞതനുസരിച്ച് നമ്മൾ അവർ എഴുതി ഒപ്പിട്ട് കൊടുത്തു. തിരിച്ച് ഒരാഴ്ച ആയിട്ടില്ല 5000 രൂപ ഫൈനായിട്ട് വന്നേക്കണം. ഈ ഫൈൻ അടക്കാത്തത് കൊണ്ട് നമുക്ക് നിലവിലുള്ള വെള്ളത്തിൻ്റെ ബില്ല് അടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കായി. ഓട്ടോ ഓടിക്കുന്നവർ, കൂലിപ്പണിക്ക് പോകുന്നവർ, അങ്ങനെ ജീവിക്കാൻ പെടാപ്പാടുപെടുന്ന ഇവർക്കറിയില്ല ഇനി എന്തു വേണമെന്ന്. കേരള വാട്ടർ അതോറിറ്റി കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനാൽ വാട്ടർ ചാർജ് കുടിശ്ശികയിലുള്ള കളക്ഷനുകൾ വിച്ഛേദിക്കുന്നതിനും റവന്യൂ റിക്കവറി നടപടികൾ സ്വീകരിക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. താങ്കളുടെ ഉടമസ്ഥതയിലുള്ള വാട്ടർ കണക്ഷനിൽ വാട്ടർ ചാർജ് ഇനത്തിൽ 5000 രൂപ കുടിശ്ശിക ഉൾപ്പെടെ അടച്ചു തീർക്കാനുണ്ട്. ഈ തുക 3 ദിവസത്തിനു മുമ്പായി അടച്ചു തീർക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ് എന്ന് അറിയിക്കുന്നു. അന്നു വേണ്ടുന്ന ആഹാരത്തിനായി നെട്ടോട്ടമോടുന്ന ഈ പാവങ്ങളോടാകരുതായിരുന്നു ഈ ചതി. ക്യാമറാമാൻ അനൂപ് എസ് നായർക്കൊപ്പം അൻമരിയ സനി, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. നമ്മുടെ നാട് എത്രയൊക്കെ മുന്നേറി എന്ന് പറഞ്ഞാലും, നമ്മുടെ നാട്ടിൽ എത്രയൊക്കെ വലിയ വികസന സാധ്യതകൾ വന്നു എന്ന് പറഞ്ഞാലും, നമ്മുടെ നാട്ടിൽ കുടിവെള്ളമില്ലാതെ ആളുകൾ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അതെന്ത് വികസനം? നമ്മൾ എങ്ങോട്ടാണ് മുന്നേറിയത് എന്നുള്ള ചോദ്യം അത് വളരെ ശക്തമായി നമുക്ക് മുമ്പിൽ നിൽക്കും. ചെറിയൊരു ഇടവേളയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ കുടിവെള്ള പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ പ്രശ്നം കൂടി, അവരുടെ പ്രതികരണങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കേൾക്കാം. നേരെയോ വെള്ളം പറ്റില്ല. വെള്ളം ഇവിടെ ആർക്കും കിട്ടില്ല. ഇവിടെ 100 കുടുംബമുണ്ട്. അതിൽ കൂടുതലെന്ന് തോന്നുന്നു. എല്ലാവർക്കും വെള്ളം സമയത്തിന് കിട്ടാറില്ല. പിന്നെ കിട്ടിയാൽ തന്നെ കുറച്ചേ ഉണ്ടാവുന്നുള്ളൂ. ഇതേപോലെ രണ്ടാമത് എക്സ്ട്രാ ഫൈനടക്കമുള്ള കപ്പാസിറ്റി നമുക്ക് ആർക്കുമില്ലല്ലോ. പിഴ ചുമത്തിയ കാരണം എന്ന് വെച്ചാൽ മോട്ടർ അടിച്ച് വെള്ളം കയറ്റുമെന്നും പറഞ്ഞു. പക്ഷേ അതടിക്കാതെ ഞങ്ങൾക്ക് വെള്ളം വന്നില്ല. ഞങ്ങൾ ഈ കണ്ട അപ്പുറത്ത് ദൂരപ്രദേശങ്ങളിലൊക്കെ പോയിട്ട് ബക്കറ്റിൽ വെള്ളം പിടിച്ചിട്ടാണ് വീട്ടിൽ കുടിക്കാനും കുളിക്കാനും എല്ലാം ചെയ്യണം. ഇവിടെ ബോർവെല്ലില്ല, ഒന്നുമില്ല. ഈ വെള്ളം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു ഭാഗത്ത് മാത്രമുള്ള ഇങ്ങനത്തെ പ്രശ്നം. അപ്പുറത്ത് ഈ ഭാഗത്ത് എവിടെയും ഇല്ല. ഇതിൻ്റെ ഈ കോളനീൻ്റെ ഉള്ളിൽ മാത്രമുള്ള ഈ ഒരു പ്രശ്നം. നമുക്ക് ഇതൊന്നും ഒഴിവാക്കി തരണം. ഫൈൻ അടക്കാണെന്ന് നിവർത്തിയില്ല. ഞങ്ങൾക്ക് വർഷങ്ങളോളമായിട്ട് ഇവിടെ വെള്ളം വരാണ്ട് കിടന്ന ഭൂമിയാണ്. ഒരു ബോർവെൽ പോലും ഇല്ല. വെള്ളം വന്നൊരു 3 മാസമായപ്പോൾ തന്നെ അവരെന്തോ കരുതി കൂട്ടി വന്ന് ചെയ്ത പോലെയാണ് വാട്ടർ അതോറിറ്റിക്കാർ ചെയ്തത്. എല്ലാവർക്കും ഫൈൻ കൊടുത്തിട്ട് പോയി.